ഇഫ്താർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കുറുമയുടെ റെസിപ്പി നോക്കാം. അതിന് തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സവാള നീളത്തിലരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്കായിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാളയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെജിറ്റബിളായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പൊടികളായിട്ട് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ ഒന്നാം പാൽ കിടന്നിട്ട് വേണം നമ്മൾ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് കുറച്ച് ബദാം നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ആ ബദാമിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അവസാനമായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വാങ്ങി. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും വേപ്പിൻ്റെ ഇല്ലെങ്കിൽ താളിച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബദാമും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.